ഹേയ് ഫോക്സ്, ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ 3rd ബർത്ത്ഡേ ആണ് കേട്ടോ. നമ്മുടെ മക്കൾ എത്ര പെട്ടെന്നല്ലേ വലുതാവുന്നത്. എനിക്കാണെങ്കിൽ കുഞ്ഞിൻ്റെ സന്തോഷവും ചിരിയും കാണുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. എനിക്ക് ഏറ്റവും നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഷീ ലവ് സർപ്രൈസസ്. ഞങ്ങൾ സർപ്രൈസായിട്ട് അവൾക്ക് വാങ്ങിച്ചു വെച്ചത് ഒരു സ്കൂട്ടറായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അവിടെ ഇരുന്ന് കുഞ്ഞു കുഞ്ഞു ലോലിപോപ്സിലായിരുന്നു. ഞാൻ അവൾക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് ഓർത്തിട്ടതായിരുന്നു. ബട്ട് അവൾ അത് മാത്രമേ കണ്ടത്. വലിയ കോമഡി എന്നു വെച്ചാൽ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്ത സ്കൂട്ടർ അവൾ തിരിഞ്ഞു പോലും നോക്കിയില്ല. എനിക്ക് തോന്നുന്നു ടിയ ബേബിനേക്കാളും എക്സൈറ്റഡ് ആയിരുന്നു ഫ്രേയ ബേബി. ഫ്രേയയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി ഫ്രേയ ആദ്യമായിട്ടാണ് ബലൂൺസ് ഇത്ര അടുത്ത് കാണുന്നത് തന്നെ. ബട്ട് ഷി വാസ് വെരി ഹാപ്പി. ലോലിപോപ്സിലാണെങ്കിലും കുഞ്ഞു കുഞ്ഞു ടോയ്സിലാണെങ്കിലും അതിലെല്ലാം അവളെപ്പോഴും ഹാപ്പിയാണ്. അതാണല്ലോ പേരൻസായ നമുക്ക് വേണ്ടത്. എനിക്ക് തോന്നുന്നു ഒരു ഉച്ച വരെ ആ കോലുമുട്ടായുടെ എണ്ണ എടുക്കുക, പിന്നെ അത് ഓപ്പൺ ചെയ്ത് തരുന്നതിലായിരുന്നു ടിയയുടെ കോൺസെൻട്രേഷൻ. വേറെ എന്നെ ഒരു പണിയും ചെയ്യില്ല. പറയണ്ടല്ലോ, അടുക്കള എന്നെ ഒരു പണി ചെയ്യാനും സമ്മതിച്ചിട്ടില്ല. പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു. ഫസ്റ്റ് നമ്മളൊരു ചെറിയ കേക്ക് നെസ്റ്റോന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ 4 പേരും മാത്രം, അതായത് ടിയയുടെ അപ്പ, അമ്മ, ഫ്രേയ, ടിയ, നമ്മൾ 4 പേര് മാത്രമായിട്ട് കേക്ക് കട്ടിങ്ങിനേക്കാളും അവിടെ ടിയയ്ക്ക് ഇമ്പോർട്ടൻസ് എങ്ങനെ അത് വെച്ച് കളിക്കാമെന്നായിരുന്നു. യൂട്യൂബിൽ കാണുന്ന പോലെ ഹാൻഡ് പ്രിൻറ്റ്സ് കളികളായിരുന്നു പുള്ളിക്കാരത്തേക്ക് മെയിൻ. അത് ഭയങ്കര ഇഷ്ടം. അത് നമ്മുടെ വീട്ടിലെ ഭിത്തി നോക്കിയാൽ നമുക്കറിയാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ഒഫീഷ്യൽ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് മാത്രമായിട്ടൊരു ചെറിയ കേക്ക് കട്ടിങ്. അങ്ങനെ ഈ ഇയറിലെ ബർത്ത്ഡേ വളരെ ഹാപ്പി ആയിട്ട് അവസാനിക്കും. പിന്നെ ടിയയുടെ അപ്പയ്ക്കൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പായ്ക്ക് മാത്രം ആരും കേക്ക് വെച്ച് കൊടുത്തില്ല, ടേസ്റ്റ് പോലും അറിയാൻ പറ്റിയില്ലെന്ന്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.